ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് വിത്തുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിത്തുകളിൽ നിന്ന് നമ്മൾ ഒരു 3-4 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ഉണ്ട്. അപ്പോൾ ഈ 4 ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കോളി, ക്യാബേജ്, സ്പിനാച്ച്, അങ്ങനെ കുറേ ലെറ്റ്യൂസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതന്നെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇടാൻ പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് നട്ട് വെക്കുകയാണ്. അപ്പം മുളയ്ക്കും ഇല്ലയോ എന്ന് നമുക്കത് അറിയാം കേട്ടോ. മുളച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി സെറ്റായിട്ട് നടാം. മുളയ്ക്കും ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മളത് നട്ട് നോക്കണമല്ലോ. അതുകൊണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് നട്ട് നോക്കാം. അതിന് ശേഷം അത് മുളയ്ക്കുകയാണെങ്കിൽ മാത്രം നമുക്കത് വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി നടാം കേട്ടോ. അപ്പോൾ ആകെ ട്രൈ ചെയ്യാൻ വേണ്ടി ഈ 5 എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് നമുക്കറിയില്ല. അപ്പം നമുക്കൊന്ന് നട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് മണ്ണുകൾ സെറ്റാക്കണം. വരും. അപ്പോൾ അതാ ഗൈസ്, ഈ ചട്ടിയിലാണ് നമ്മളിപ്പോൾ നടാൻ പോകണേട്ടോ. ഇതൊരു പഴയ ചട്ടിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ മണ്ണുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണെടുത്ത് നമുക്ക് ചട്ടിയിലിട്ടിട്ട് നമുക്ക് ചട്ടിയിൽ അങ്ങ് നട്ട് നോക്കാം. അപ്പം സെറ്റാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ നിന്നെടുത്തേക്കണം. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാൻ മുതിരാതിരുന്നത്. അപ്പോൾ ഇപ്പം ഒരു രസം തോന്നി, അതുകൊണ്ട് എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പറിച്ച് നടാനുള്ളത് കൊണ്ട് തന്നെ ഈ ചട്ടിയിൽ നമ്മൾ ഓട്ടയൊന്നും ഇടുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതുണ്ട് ഇവിടെ കിടക്കുന്ന മണ്ണ് ഇങ്ങനെ കുത്തി പറക്കുക, ഇങ്ങനെ എടുക്കുക, ഈ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇടുക. ഇത് മതി, നമുക്ക് ഒരു ചട്ടി മതി ഗൈസ് തൽക്കാലം. അപ്പോൾ നമ്മൾ തൽക്കാലം താണ്ടെ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ആ വിത്തുകൾ അങ്ങ് ഇട്ട് കൊടുക്കാതെ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാണ്ട് ബ്രോക്കോളിയാണ് നടാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ചട്ടി ഇതാണ്ട് ഇങ്ങനെ ഒരു തുളയൊക്കെ തുളച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ മുളയ്ക്ക് ദൈവത്തിനറിയില്ല. എൻ്റെ ഗുരുവായൂരപ്പ ഒന്ന് മുളയ്ക്കണേ. അപ്പം നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ലേശം മണ്ണിട്ട് കൊടുക്കുക. ഈശ്വരാ, നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, അപ്പം 4 സൈഡിൽ ഇതിപ്പോൾ മുളച്ച് വരുമ്പോൾ നമുക്ക് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അടുത്ത് നമുക്ക് ഇതണ്ടേ ഈശ്വര ലെറ്റ്യൂസ് ഇതിന് ദൈവത്തിനറിയാം, ഇത് കണ്ടിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പം ഇതും കൂടി ഒന്ന് നട്ട് നോക്കാം. ഇപ്പോൾ അടുത്ത് നടാൻ പോകണം നമ്മൾ സ്പിനാച്ച്. അപ്പോൾ അതിനും കൂടി വേണ്ടി ഒരു ചെറിയൊരു കുഴി ഇട്ട് കൊടുക്കുക. ഇവിടെ ഇട്ടണം മോനെ മൊത്തം. മതിടാ. ഓക്കെ ഗൈസ്, നമ്മൾ അതും കൂടി നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഏതാണ് ഫസ്റ്റ് മുളയ്ക്കുകയെന്നും ഇതിലെല്ലാം മുളയ്ക്കുമെന്നും ഇത് നമ്മൾ കണ്ടതിന് ശേഷം ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ കൂടി ഇട്ടോണം. വിസിറ്റ് ബാലൻസ് ഉള്ളത് പൂനെ വിളിക്കുന്നുണ്ടല്ലോ അവൾ. ഓക്കെ ഗൈസ്, നമ്മളതും ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതും കൂടി ജസ്റ്റ് മുകളിൽ കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ലേശം വെള്ളം കൂടി തളിച്ചു കൊടുക്കാം കേട്ടോ. ലേശം വെള്ളം കൂടി ജസ്റ്റ് മേളിൽ കൂടെ തളിച്ചു കൊടുക്കുകയാണ് ഗൈസ്. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടണോടത്ത് വെക്കണം എന്നൊക്കെ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ഉണ്ടാവില്ല എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിത്തൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ വരുന്ന വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.